ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആക്ടിവിറ്റി 1, റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സ്റ്റോറി റീഡ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഇവിടെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദി ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റോറി. അപ്പോൾ സ്റ്റോറി വായിക്കുമ്പോൾ ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. സെക്കൻഡ് എന്താണ്? വാട്ട് ഡിഡ് ദി പപ്പി സീ ഓൺ ദി ട്രീ. പപ്പി എന്താണ് മരത്തിൻ്റെ മുകളിൽ കണ്ടത്? ഹു സേവ്ഡ് ദി ലൈഫ് ഓഫ് ദി സ്ക്യൂറൽ. സ്ക്യൂറലിൻ്റെ ലൈഫ് ആരാണ് സേവ് ചെയ്തത്? റോക്കി ദി പപ്പി എന്നുള്ള സ്റ്റോറി ഓർമ്മ ഉണ്ടല്ലേ അത് വായിക്കുമ്പോൾ? അപ്പോൾ ആദ്യം സ്റ്റോറി റീഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ദി സ്ക്യൂറൽ ആൻഡ് ദി പപ്പി വേർ ഫ്രണ്ട്സ്. സ്ക്യൂറലും പപ്പി എന്താണ്? ഫ്രണ്ട്സ് ആയിരുന്നു, കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് ആൻസർ എന്താ? ദി സ്ക്യൂറൽ ആൻഡ് ദി പപ്പി. കം ലെറ്റ്സ് പ്ലേ, പപ്പി സെഡ് ടു ദി സ്ക്യൂറൽ. പപ്പി എന്താണ്? സെഡ് സ്ക്യൂറലിനോട്, അണ്ണാനോട് എന്താണ് പറഞ്ഞത്? കം ലെറ്റ്സ് പ്ലേ, നമുക്ക് കളിക്കാം. അപ്പോൾ ഈ വേർഡ് ആരാണ് പറഞ്ഞത് നോക്കണ്ടോ? അങ്ങനത്തെ ഡബിൾ കോഡ്സിലുള്ള വേർഡ്സ് ശ്രദ്ധിക്കുക. ലെറ്റ്സ് പ്ലേ ആരാണ് പറഞ്ഞത്? പപ്പിയാണ് പറഞ്ഞത്. സെഡ് ടു ദി സ്ക്വറൽ, സ്ക്വറലിനോട്, അണ്ണാനോട് പറഞ്ഞു. ദേ ബിഗൻ ടു പ്ലേ, അവർ കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു. ലുക്ക് ദർ ഇസ് എ ക്യാപ്പ് ഓൺ ദി ട്രീ സെഡ് ദി പപ്പി. പപ്പി പറഞ്ഞു. പപ്പി എന്താണ് പറഞ്ഞത്? ലുക്ക് ദർ ഇസ് എ ക്യാപ്പ് ഓൺ ദി ട്രീ. ആ മരത്തിൽ എന്താണ്? ഒരു ക്യാപ്പ് ഉണ്ട്, ഒരു തൊപ്പി ഉണ്ടെന്ന്. മരത്തിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മരത്തിൽ എന്താണുള്ളത്? ക്യാപ്പിലെ തൊപ്പി. ദി സ്ക്യൂറൽ ക്ലൈംബ്ഡ് ദി ട്രീ. സ്ക്യൂറൽ അണ്ണാൻ എന്താണ്? ആ ട്രീൻ്റെ മരത്തിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്തു, കയറി. ആൻഡ് ടുക്ക് ദി ക്യാപ്പ്, എന്നിട്ട് ആ ക്യാപ്പ് എടുത്തു. ദി പപ്പി ആൻഡ് ദി സ്ക്യൂറൽ പ്ലേഡ് വിത്ത് ദി ക്യാപ്പ്. പപ്പിയും അണ്ണാനും സ്ക്യൂറൽ എന്താണ്? ആ ക്യാപ്പ് വെച്ച് പ്ലേ ചെയ്തു, കളിച്ചു. സഡൻലി ദി സ്ക്യൂറൽ ഫെൽ ഇൻ ടു എ പോണ്ട് നിയർ ദി ട്രീ. പെട്ടെന്ന് സഡൻലി സ്ക്യൂറൽ എന്താണ്? ഒരു പോണ്ടിലേക്ക് ഫെൽ ചെയ്തു, വീണു. പോണ്ടിലേക്ക്, ഒരു കുളത്തിലേക്ക് വീണു. നിയർ ദി ട്രീ, മരത്തിൻ്റെ അടുത്തുള്ള. ഹെൽപ്പ് മീ ദി സ്ക്യൂറൽ ക്രൈഡ് അലൗഡ്. ഹെൽപ്പ് മീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്ക്യൂറൽ എന്താണ്? ഉറക്കെ കരഞ്ഞു. ദി പപ്പി ജംപ്ഡ് ഇൻ ടു ദി പോണ്ട്. പപ്പി എന്താണ്? ആ പോണ്ടിലേക്ക് ജമ്പ് ചെയ്തു. ജംപ്ഡ് ഇൻ ടു ദി പോണ്ട്, പോണ്ടിലേക്ക് ജമ്പ് ചെയ്തു, ചാടി. ഗെറ്റ് ഓൺ മൈ ബാക്ക് സെഡ് ദി പപ്പി. എൻ്റെ ബാക്കിലേക്ക്, എൻ്റെ പുറത്തേക്ക് കയറൂ, പപ്പി പറഞ്ഞു. ദി സ്ക്യൂറൽ ക്ലൈംബ്ഡ് ഓൺ ദി പപ്പീസ് ബാക്ക്. സ്ക്യൂറൽ എന്താണ്? പപ്പീൻ്റെ ബാക്കിലേക്ക് ക്ലൈംബ് ചെയ്തു, കയറി. ദി പപ്പി കെയിം ഔട്ട് ഓഫ് ദി പോണ്ട്. പപ്പി എന്താണ്? കുളത്തിൽ നിന്നും കരയിലേക്ക് വന്നു. കെയിം ഔട്ട് ഓഫ് ദി പോണ്ട്, കുളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. താങ്ക് യു ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ് സെഡ് ദി സ്ക്യൂറൽ. സ്ക്യൂറൽ എന്താണ് പറഞ്ഞത്? സ്ക്യൂറൽ പറഞ്ഞു, താങ്ക് യു ഫ്രണ്ട്, താങ്ക് യു സേവ്ഡ് മൈ ലൈഫ്, എൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ്. നമ്മുടെ സ്റ്റോറി വായിച്ചിട്ട് താഴെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്തണല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദി ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റോറി. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? ദി സ്ക്യൂറൽ ആൻഡ് ദി പപ്പി, അവരല്ലേ ഫ്രണ്ട്സ്. വാട്ട് ഡിഡ് ദി പപ്പി സീ ഓൺ ദി ട്രീ. മരത്തിൻ്റെ മുകളിൽ എന്താണ് പപ്പി കണ്ടത്? എന്താണ് സീ ചെയ്തത്? കണ്ടത് ക്യാപ്പിൽ ഒരു തൊപ്പിയാണ് കണ്ടത്. ഹു സേവ്ഡ് ദി ലൈഫ് ഓഫ് ദി സ്ക്യൂറൽ. സ്ക്യൂറലിൻ്റെ അണ്ണാൻ്റെ ലൈഫ്, ജീവിതം രക്ഷിച്ചത് ആരാണ്? സേവ് ചെയ്തത് ആരാണ്? പപ്പിയാണ് സേവ് ചെയ്തത്. പോണ്ടിൽ വീണപ്പോൾ പപ്പിയാണ് രക്ഷിച്ചത്. നെക്സ്റ്റ്, ഹു സെഡ് ദീസ് വേർഡ്സ്. ഈ വേർഡ്സ് ആരാണ് പറഞ്ഞത്? കം ലെറ്റ്സ് പ്ലേ. കം, നമുക്ക് വരൂ, നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? പപ്പിയാണല്ലേ പറഞ്ഞത്, നമുക്ക് കളിക്കാം എന്ന്. ഹെൽപ്പ് മീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? സ്ക്യൂറലാണ് അല്ലേ. അണ്ണാനാണ് ഇപ്പോൾ കുളത്ത് വീണിട്ട് പോണ്ടിൽ വീണിട്ട് പോണ്ടിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കരുന്നത് ആരാണ്? സ്ക്യൂറലാണ്, അണ്ണാനാണ്. ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ എബിൻ ആൻഡ് ദി ക്രെയിൻ. അപ്പോൾ എബിനും ക്രെയിനും തമ്മിൽ ബിറ്റ്വീൻ ഇവർ രണ്ടാളുടെ ഇടയിലുണ്ടായ കോൺവെർസേഷൻ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എബിൻ വാസ് ഇൻ ദി ഫോറസ്റ്റ്. എബിൻ എന്താണ്? ഫോറസ്റ്റിലായിരുന്നു. ഹൗ ഷാൾ ഐ റീച്ച് ഹോം. ഞാൻ എങ്ങനെ വീട്ടിലെത്തും? ഹീ തോട്ട്, അവൻ ചിന്തിച്ചു. എബിൻ ബിക്കെയിം സാഡ്. എബിൻ എന്താണ്? സാഡ് ആയില്ലേ, സങ്കടം വന്നു. സൂൺ ഹീ സോ എ ബിഗ് ക്രെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹീം. അതിനുശേഷം എന്താണ്? ഒരു ബിഗ് ക്രെയിനെ അവൻ്റെ മുന്നിൽ കണ്ടു. അപ്പോൾ ഈ ക്രെയിനും എബിനും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എബിൻ്റെ റീപ്ലൈ എന്താണ്? ഐ ആം എബിൻ എന്ന് പറയണമെങ്കിൽ ക്രെയിൻ എന്ത് ചോദിക്കണം? വാട്ട് ഈസ് യുവർ നെയിം. നെയിം ചോദിക്കുമ്പോൾ എബിന് നെയിം പറയുക. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം? ഐ ആം എബിൻ. ക്രെയിൻ, വൈ ആർ യു ക്രൈയിങ്. നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എബിൻ എന്ത് പറയണം? ഐ വാണ്ട് ടു ഗോ ഹോം. ഞാൻ ഇവിടെ അകപ്പെട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയാം. വീട്ടിൽ പോകാൻ കഴിയാഞ്ഞിട്ടല്ലേ എബിൻ കരയുന്നത്? ഐ വാണ്ട് ടു ഗോ ഹോം എന്ന് പറയും. അപ്പോൾ ക്രെയിൻ എന്ന് പറയും, ഡോണ്ട് വെറി ഐ ഷാൽ ഹെൽപ്പ് യു. വിഷമിക്കണ്ട, ഞാൻ എന്താ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്ത് പറയണം? താങ്ക് യു പറയണം. ഒരാൾ സഹായിക്കുമ്പോൾ നമ്മൾ അതിന് താങ്ക്സ് പറയണം. ഓക്കെ, അപ്പോൾ ഫോർത്ത് എന്താണ്? ക്രെയിൻ, ഹോൾഡ് ഓൺ മൈ ലെഗ്സ്. എൻ്റെ ലെഗ്സിൽ ഹോൾഡ് ചെയ്യൂ, പിടിക്കൂ. അപ്പോൾ എബിൻ എന്ത് ചോദിക്കണം? ക്രെയിൻ്റെ മറുപടി കേട്ടാൽ നമുക്ക് എബിൻ എന്തായിരിക്കും ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ക്രെയിൻ എന്താ പറയുന്നത്? വി ആർ ഗോയിങ് ടു ദി വാലി ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഫ്രൂട്ട്സിൻ്റെ വാലിയിലേക്ക്, ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിലേക്ക്, വാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നതെന്ന് പറയണമെങ്കിൽ എബിൻ എന്ത് ചോദിക്കണം? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോഴല്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. അപ്പോൾ വേർ വി ആർ ഗോയിങ്, എവിടേക്കാണ് പോകുന്നത്? വി ആർ ഗോയിങ് ടു ദി വാലി ഓഫ് ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണ്? വേറല്ലേ എവിടെയെന്നുള്ളതിന് വേർ വി ആർ ഗോയിങ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എബിൻ സോ സം ഹൗസസ് ബിലോ. എബിൻ എന്താണ്? കുറച്ച് വീടുകൾ താഴെ കണ്ടു, ബിലോ താഴെ കണ്ടു. അപ്പോൾ എബിൻ എന്ത് ചോദിക്കണം?
ക്രെയിൻ്റെ മറുപടി എന്താണ്? യെസ് ദാറ്റ് ഈസ് യുവർ വില്ലേജ്, അതാണ് നിന്റെ വില്ലേജ്. അതെ, അപ്പം എന്താണ്, അതാണോ എൻ്റെ വില്ലേജ് എന്ന് ചോദിക്കണം. അപ്പോഴല്ലേ യെസ് അതാണ് നിന്റെ വില്ലേജ് എന്നുള്ള മറുപടി പറയുക. എബിന് എന്ത് ചോദിക്കണം? ഈസ് ദാറ്റ് മൈ വില്ലേജ്, അതാണോ എൻ്റെ വില്ലേജ്. അപ്പോഴല്ലേ ക്രെയിൻ പറയും യെസ് ദാറ്റ് ഈസ് യുവർ വില്ലേജ്, അതാണ് നിന്റെ വില്ലേജ് എന്ന് മറുപടി പറയണമെങ്കിൽ ഈസ് ദാറ്റ് യുവർ വില്ലേജ് അല്ലേ, അതാണോ എൻ്റെ വില്ലേജ്, ഈസ് ദാറ്റ് മൈ വില്ലേജ് എന്ന് എബിൻ ചോദിക്കണം അല്ലേ, അപ്പോഴാണ് ഈ മറുപടി വരിക. ദി ക്രെയിൻ ടു എബിൻ ഹോമിലെ, ക്രെയിൻ എന്താണ് എബിനെ വീട്ടിലെത്തിച്ചു. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. ദി ക്രെയിൻ വാസ് ഫ്ലൈയിങ് വിത്ത് എബിൻ ടു ഹിസ് ഹോം. ഈ ക്രെയിൻ എന്താണ്? ഫ്ലൈയിങ് വിത്ത് എബിനായിട്ട് പറന്നില്ലേ ടു ഹിസ് ഹോം, അവൻ്റെ വീട്ടിലേക്ക് പറന്നിരുന്നില്ലേ. ഓൺ ദി വേ, ആ വൈക്ക് ദേ സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് അല്ലേ, അങ്ങനെ പറക്കുന്ന ആ വഴിയിൽ എന്താണ് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടിരുന്നു, സോ ചെയ്തിരുന്നു. വൺ സച്ച് സീൻ ഈസ് ഗിവൺ ബിലോ, അതിലൊരു സീനാണ് താഴെ തന്നത്. ഡിസ്ക്രൈബ് ദി പിക്ചർ, അപ്പോൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ഏതെങ്കിലും ഒരു പിക്ചർ തരും, എന്നിട്ട് ഡിസ്ക്രൈബ് ദി പിക്ചർ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിച്ചിട്ട് എഴുതുക. എന്തൊക്കെയുണ്ട് ഈ പിക്ചറിൽ? ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ട്, ബലൂൺ പിടിച്ച ആളുണ്ട്, ഐസ്ക്രീം തിന്നുന്നത്, ട്രീ ഉണ്ട്, സീ ഉണ്ട്, കുട്ടികൾ, വഞ്ചി, ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഡിസ്ക്രൈബ് ചെയ്ത് വിശദീകരിച്ചിട്ട് എഴുതുക. ഈ പിക്ചർ എന്താണ്? ഒരു മനോഹരമായ ചിത്രമാണല്ലേ. അപ്പോൾ ഏത് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് എഴുതി തുടങ്ങാം? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഇതൊരു മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് ഇൻ ദി ബീച്ച്, ഇതൊരു മനോഹരമായിട്ടുള്ള ഈവനിങ് ആണ്, ബീച്ചിലുള്ള ഒരു ഈവനിങ് അല്ലേ, ഇത് ബീച്ചല്ലേ, അല്ലെങ്കിൽ ഇതൊരു ബീച്ചാണെന്ന് എഴുതിയാലും മതി. ദിസ് ഈസ് എ ബീച്ച്. എ ബോയ് ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് അല്ലേ, ഒരു ബോയ് എന്താണ് പറത്തുന്നുണ്ട്, ഫ്ലൈയിങ് എ കൈറ്റ്, പട്ടം പറത്തുന്നുണ്ട്. ദർ ഈസ് എ പേഴ്സൺ സെല്ലിങ് ബലൂൺസ് അല്ലേ, ബലൂൺ സെല്ല് ചെയ്യുന്ന വിൽക്കുന്ന ഒരു ആളുണ്ട്. എ ബോയ് ബൈ ഐസ്ക്രീം അല്ലേ, ഒരു ബോയ് എന്താണ് ഐസ്ക്രീം വാങ്ങുന്നുണ്ട് അല്ലേ, ബൈ ചെയ്യുന്നുണ്ട്. 2 ഗേൾസ് ആർ സ്റ്റാൻഡിങ് അല്ലേ, 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് സ്റ്റാൻഡിങ്. 3 പീപ്പിൾസ് ആർ ഇൻ ദി ബോട്ടിലെ, 3 ആളുകൾ ബോട്ടിലുണ്ട്. ദർ ഈസ് എ സ്മോൾ ഹൗസ് അല്ലേ, ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ അല്ലേ, ബേർഡ്സ് എന്താണ് പറക്കുന്നുണ്ട്, ഫ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഇൻ ദി സ്കൈ, ആകാശത്ത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് അതിങ്ങനെ എടുത്തേത് ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിച്ചിട്ട് എഴുതുക. ആക്ടിവിറ്റി 4 ആഡ് മോർ ലൈൻസ് അല്ലേ, കുറച്ച് ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഒരു പോയാണ്, അപ്പോൾ ആ പോയത്തിൻ്റെ ബാക്കി ലൈൻസ് നമ്മൾ എഴുതണം. ദി ബിയർ വെൻ ബാക്ക് ടു ദി ഫോറസ്റ്റ് അല്ലെ, ബിയർ എന്താണ് ഫോറസ്റ്റിൽ നിന്നും തിരിച്ചു വന്നു. ബസ് ഫസ്റ്റ് ദി ഫ്ലൈ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെർ ഹാപ്പി, ഇവരെല്ലാവരും അവരുടെ ഫ്രണ്ട്സും ഹാപ്പിയാണല്ലേ, ഫ്ലൈയും ബസ്സും ഒക്കെ. ദേ ബിഗൻ ടു സിംഗ് എ സോങ്, അവരെന്താണ് ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആഡ് മോർ ലൈൻസ് ടു ദി സോങ്, അപ്പോൾ അതിലേക്ക് ആ സോങ്ങിലേക്ക് നമ്മൾ എന്താണ് കുറച്ച് ലൈൻസ് ആഡ് ചെയ്യണം. അവരുടെ പാട്ട് എന്താണ്? ഇറ്റ്സ് എ ഹാപ്പി ഡേ, ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ലവ് അല്ലേ, ഈ വീട് എന്താണ് സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. വി ഷാൾ സിംഗ് വി ഷാൾ റൺ അല്ലേ, ഞങ്ങൾക്ക് എന്താണ് പാടാൻ കഴിയും, വി ഷാൾ റൺ ഞങ്ങൾക്ക് ഓടാനും കഴിയും. വി ആർ റെഡി ടു പ്ലേ, ഞാൻ എന്തിന് റെഡിയാണ്? കളിക്കാൻ വേണ്ടി റെഡിയാണ്, നമ്മൾ കളിക്കാൻ വേണ്ടി റെഡിയാണ്. അതേപോലെ തന്നെ ഇറ്റ്സ് എ ഹാപ്പി ഡേ, ഇറ്റ്സ് എ ഹാപ്പി ഡേ, ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ലവ് അല്ലേ, അതേ സെയിം ലൈൻ റിപ്പീറ്റ്. ദെൻ ഈ 2 ലൈൻ എന്താക്കാം? വി ഷാൾ സിംഗിന് പകരം വി ഷാൾ വാക്ക് അല്ലേ, നമുക്ക് നടക്കാൻ കഴിയും. വി ഷാൾ റണ്ണിന് പകരം വി ഷാൾ സിറ്റ് അല്ലേ, നമുക്ക് ഇരിക്കാനും കഴിയും. വി ആർ റെഡി ടു ഡാൻസ് അല്ലേ, വി ആർ റെഡി ടു പ്ലേൻ്റെ പകരം അല്ലേ, ഈ ഓരോ ലൈൻസിലെ സിംഗും റണ്ണും പ്ലേ ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ അല്ലേ, ഞങ്ങൾക്ക് ഇരിക്കാനും നടക്കാനും കഴിയില്ലേ, വാക്ക് ചെയ്യാനും സിറ്റ് ചെയ്യാനും കഴിയും. ഞങ്ങൾക്ക് എന്താണ്? വി ആർ റെഡി ടു ഡാൻസ്, ഞങ്ങൾ ഡാൻസ് കളിക്കാൻ റെഡിയാണ്. ആക്ടിവിറ്റി 5 വേർഡ് പസിൽ അല്ലെ, വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദി പസിൽ ബേസ്ഡ് ഓൺ ദി ഹിൻസ് ബേസ് ചെയ്തിട്ട് ഈ പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അക്രോസ് ആയിട്ട് നേരെ വരുന്നത്. ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്കല്ലേ, ഡൗൺ ആയിട്ട്. അപ്പോൾ ഡൗണിനുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അക്രോസിനുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അക്രോസ് ആയിട്ടുള്ള ആൻസർ ചെയ്യണം. ഫസ്റ്റത്തെ പ്ലേസ് ടു ബൈ തിങ്സ് അല്ലെ, സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലം ഏതാണ്? അല്ലെ മാർക്കറ്റാണ് അല്ലേ. PDL എന്നല്ല നമ്മൾ സാധനം വാങ്ങാറ്, ഇവിടെ M വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. മാർക്കറ്റ് എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കുക, ആ ലെറ്റേഴ്സ് മാർക്കറ്റാണ് അല്ലേ. 2 എന്താണ്? ഹോം ഓഫ് വൈൽഡ് ആനിമൽസ്. 2 എവിടെയാണ്? ഇങ്ങനെ അക്രോസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 എന്നുള്ളത് ഹോം ഓഫ് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിൻ്റെ വീട് എവിടെയാണ് അല്ലേ? വൈൽഡ് ആനിമൽസ് എവിടെ? കാട്ടിലെല്ലാം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് ഇവിടെ എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ T ചെയ്ത് ഫോറസ്റ്റ്. ഈ ഡൗണിലേക്ക് ഉള്ളത് ഏതൊക്കെയാണ്? ഡൗണിലേക്ക് 3ഉം 4ഉം 5ഉം. അതിൻ്റെ ആൻസർ എന്തൊക്കെയാണ്? വി സീ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈ ഹിയർ അല്ലേ. പ്ലാന്റ്സും ഫ്ലവേഴ്സും ബട്ടർഫ്ലൈ ഒക്കെ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? ഇതൊക്കെയാണ് നമ്മൾ കാണല് അല്ലേ. അതെന്താണ്? ജി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാർഡൻ അല്ലേ, പൂന്തോട്ടത്തിലല്ല അതൊക്കെ കാണാറ്. 4th ക്വസ്റ്റ്യൻ, യു ക്യാൻ സീ വേവ്സ് ഹിയർ. ഇവിടെ വേവ്സ് ഇല്ലേ, തിരമാലകൾ കാണാൻ കഴിയും. അതെവിടെയാണ് അല്ലേ? കടലിലാണ് തിരമാല കാണല്ലേ, സീലാണ്. എസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സി, ഡൗണിലേക്ക് സീ എഴുതുക. ദെൻ 5th, വി സീ ക്ലൗഡ്സ് ഹിയർ. ഇവിടെ ക്ലൗഡ്സ് മേഘങ്ങളെയാണ് കാണുന്നത്. മേഘങ്ങൾ കാണുന്നത് എവിടെയാണ്? എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൈ, ആകാശത്ത് വെച്ചാണ്. SKY സ്കൈ. ഇതുപോലുള്ള ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അക്രോസ് ആയിട്ടുള്ളതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വേഗം കിട്ടും. ഡൗൺ ആയിട്ടുള്ളതിൻ്റെ ഡൗൺ ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ഫിൽ ചെയ്യുക. ആക്ടിവിറ്റി 6 റീഡ് ആൻഡ് ഡ്രോ. റീഡ് ദി സെൻറ്റൻസ് ഗിവൻ ബിലോ, ഡ്രോ ദി പിക്ചർ അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു പിക്ചർ വരക്കാനാണ് പറഞ്ഞത് അല്ലേ. ഒരു ഹൗസ് വരക്കുക, ഡ്രോ എ ഹൗസ്, ഡ്രോ എ ട്രീ നിയർ ദി ഹൗസ്. വീടിൻ്റെ അടുത്തായിട്ട് ഒരു ട്രീ വരക്കുക. ഡ്രോ എ ബേർഡ് ഓൺ ദിസ് ട്രീ. ആ ട്രീൻ്റെ മുകളിൽ ഒരു ബേർഡിനെ, ഒരു കിളിയെ വരക്കുക. ഡ്രോ 2 ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. ആകാശത്ത് 2 ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത്, പറക്കുന്നത് വരക്കുക. ഡ്രോ എ പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് അണ്ടർ ദി ട്രീ അല്ലേ, മരത്തിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റ്, ഒരു ചെടി വരക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡ്രോ ചെയ്തിട്ട് കളർ ദി പിക്ചർ, കളർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.